നാളെ ആരുടെയെങ്കിലും നേരെ അവൾ വിരൽ ചൂണ്ടിയാൽ എനിക്ക് അവളോടൊപ്പമേ നിൽക്കാൻ പറ്റൂ. കാരണം എന്റെ മോളെ ഞാൻ മനസ്സുകൊണ്ട് പോലും ദ്രോഹിച്ചിട്ടില്ലെന്ന് എനിക്ക് അവളുടെ മുമ്പിൽ തെളിയിക്കണം. അതിന് അവൾക്കെതിരെ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. അതാരായിരുന്നാലും അതിന്റെ ശിക്ഷ അവരനുഭവിക്കുകയും വേണം. അമ്മ മഞ്ചാരിയുടെ ഒപ്പം നിന്ന് അവളെ ചതിച്ചവരെ പുറത്തു കൊണ്ടുവരണം തന്നെയാ എന്റെ അഭിപ്രായം. പക്ഷെ പുതിയ പരാതിയായി പോലീസിനെ സമീപിക്കുന്നതിന് മുമ്പ് ഇന്ദ്രൻ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കൂടി ഒന്ന് കേൾക്കണം. സുശീലാന്റി പറഞ്ഞിട്ടാണ് ജീവൻ രാജിനെ തുരുത്തിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്ന് ആസിഫ് തന്നെ മഞ്ചാരിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സത്യനെ വിളിച്ചിരുന്നു. അവനാ ഈ കാര്യം എന്നോട് പറഞ്ഞത്. മഞ്ചാടി ഞങ്ങളോട് ഇത് പറഞ്ഞിരിക്കൂ. ഉറപ്പായും അമ്മയുമായിട്ട് സംസാരിച്ച ശേഷമേ മഞ്ചാടി ഒരു പരാതിയായിട്ട് പോകൂ. പക്ഷേ ആസിഫിന്റെ മൊഴിയിലും മഞ്ചാടിക്ക് സംശയമുണ്ട്. അമ്മ ആസിഫിനെ തള്ളി പറയുകയാണെങ്കിൽ അവനെതിരെയായിരിക്കും മഞ്ചാടി പരാതി കൊടുക്കുക. എന്താ സത്യ? ആണോ? ശരി, ഞാനിപ്പോ തന്നെ വരാം. എന്താ സത്യം ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്? അതെ അച്ഛാ, അമ്മ സംസാരിക്കുന്നുണ്ട്. എന്നോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ശരി, എന്നാ നീ വേഗം പൊയ്ക്കോ. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി. പറയാം. അമ്മയിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കാം. മിക്കവാറും അമ്മയിൽ നിന്ന് തന്നെ സത്യം അറിയാൻ കഴിയുമെന്ന എൻ്റെ ഒരു വിശ്വാസം.